അടുത്ത നമുക്ക് ഹേർട്ട് നോട്ട് ദ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റിലെ ലെറ്റ്സ് അസസ് നോക്കാം. ഒബ്സർവ് ദ ഡയഗ്രംസ് ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് ഹൗ ദ എയർ ഈസ് ഗെറ്റ്സ് പൊല്യൂട്ടഡ് ഇൻ ഈച്ച് സിറ്റുവേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ കണ്ടല്ലോ, അത് ഓരോന്നും നിരീക്ഷിച്ച് ഓരോ സന്ദർഭത്തിലും വായു മലിനീകരിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തി താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ സിറ്റുവേഷൻസ് എഴുതണം. പിന്നെ വേസ് ഓഫ് എയർ പൊല്യൂഷൻ, വായു എങ്ങനെയാണ് മലിനീകരിക്കുന്നത് അത് എഴുതണം. പിന്നെ അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എഴുതണം. അപ്പം നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഒന്നാമത്തത് കൺസ്ട്രക്ഷൻ വർക്ക്, നിർമ്മാണ പ്രവർത്തനങ്ങൾ. അവിടെ വായു മലിനമാകുന്ന രീതി, വേസ് ഓഫ് എയർ പൊല്യൂഷൻ എങ്ങനെയാണ്? റിലീസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ടു ദ എയർ, അല്ലേ? പൊടിപടലങ്ങൾ ആ എയറിലേക്ക് പുറന്തള്ളുന്നു. ദെൻ റെസ്പിറേറ്ററി ഇഷ്യൂസ്, അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? റെസ്പിറേറ്ററി ഇഷ്യൂസ് അല്ലെങ്കിൽ ശ്വസന പ്രശ്നങ്ങൾ. അടുത്ത രണ്ടാമത്തത് ഡെമോളിഷൻ ഓഫ് ബിൽഡിങ്സ്. ഡെമോളിഷൻ ഓഫ് ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ കെട്ടിടം പൊളിക്കൽ. അവിടെ ആ ഫിഗർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അത് കെട്ടിടം പൊളിക്കലാണ്. ഡെമോളിഷൻ ഓഫ് ബിൽഡിങ്സ്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ എങ്ങനെയാണ് എയർ പൊല്യൂട്ട് ആവുന്നത്? ആ ലാർജ് എമൗണ്ട് ഓഫ് ഡസ്റ്റ് ആൻഡ് ഡെബ്രിസ്. ഡെബ്രിസ് എന്ന് വെച്ചാൽ അവശിഷ്ടങ്ങൾ. ലാർജ് എമൗണ്ടിൽ ഡസ്റ്റ്, പൊടിപടലങ്ങളും ഡെബ്രിസ് എന്ന് വെച്ചാൽ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും പുറന്തള്ളുന്നു. ഇനി അവിടുത്തെ കോൺസിക്വൻസ് എന്താണ്? റെസ്പിറേറ്ററി ഇഷ്യൂസ്, ശ്വസന പ്രശ്നങ്ങൾ തന്നെയാണ്. അടുത്തത് വർക്കിംഗ് ഓഫ് ഡീസൽ എഞ്ചിൻ എന്നാണ് കേട്ടോ. വർക്കിംഗ്, WORKING, വർക്കിംഗ് ഓഫ് ഡീസൽ എഞ്ചിൻ. ഡീസൽ എഞ്ചിൻ്റെ പ്രവർത്തനം. അവിടെ എന്താ? അവിടെ എങ്ങനെയാണ് എയർ പൊല്യൂട്ട് ആവുന്നത്? എമിറ്റിംഗ് സ്മോക്ക്, പുക ഇങ്ങനെ പുറന്തള്ളുന്നു. അവിടുത്തെ ഇഷ്യൂസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ കോൺസിക്വൻസ് എന്തൊക്കെയാണ്? ഹെൽത്ത് ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്. ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യ പ്രശ്നങ്ങൾ. ഗ്ലോബൽ വാർമിംഗ് എന്ന് വെച്ചാൽ ആഗോള താപനം, അല്ലേ? ഭയങ്കരമായിട്ട് ചൂട് കൂടുന്നു, അതാണ്. അടുത്തത് ഫാക്ടറി ചിമ്മിനി. ഫാക്ടറിയുടെ ചിമ്മിനി ഉണ്ടല്ലോ, ചിമ്മിനിക്ക് എന്താ പറഞ്ഞാൽ? പുകക്കുഴൽ. ആ ഫാക്ടറിയുടെ പുകക്കുഴൽ. അവിടെ എന്താണ്? വേസ് ഓഫ് എയർ പൊല്യൂഷൻ. എങ്ങനെയാണ് എയർ പൊല്യൂട്ട് ആവുന്നത്? അവിടെ എമിറ്റിംഗ് സ്മോക്ക്, അതിൽ നിന്ന് പുകയല്ലേ പുറന്തള്ളുന്നത്. പിന്നെ അവിടെ കോൺസിക്വൻസ് എന്ന് വെച്ചാൽ ആസിഡ് റെയിൻ ആണ് കേട്ടോ, ആസിഡ് മഴയാണ്. അടുത്തത് ഇൻക്രീസ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് എന്നാണ്. ഇൻക്രീസ്, INCREASE, ഇൻക്രീസ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ്, വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു. അവിടെ അപ്പോൾ എയർ പൊല്യൂട്ട് ആവുന്നത് എങ്ങനെയാണ്? എമിഷൻ ഓഫ് ഹാംഫുൾ ഗ്യാസസ്. അപ്പോൾ വാഹനങ്ങളിൽ നിന്ന് ദോഷകരമായിട്ടുള്ള വാതകങ്ങൾ പുറന്തള്ളപ്പെടുന്നു, അല്ലേ? ഹാനികരമായ വാതകങ്ങൾ പുറന്തള്ളപ്പെടുന്നു. എമിഷൻ ഓഫ് ഹാംഫുൾ ഗ്യാസസ്. ഇനി അവിടുത്തെ കോൺസിക്വൻസ് എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനം. ഇത്രയേ ഉള്ളൂ ആ ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനാണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അത് നോക്കുന്നില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫ്രം ദോസ് ഗിവൺ ബിലോ. അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, തിൻ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് ഷുഡ് ബി ബേൺഡ്. കന കുറഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നമ്മൾ കത്തിച്ച് കളയണമെന്ന്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് ഷുഡ് ബി റീസൈക്കിൾഡ് ആസ് മച്ച് ആസ് പോസിബിൾ. നമുക്ക് കഴിയുന്നിടത്തോളം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കണമെന്ന്. അടുത്തത്, പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് ഷുഡ് ബി റീയൂസ്ഡ് ആസ് മച്ച് ആസ് യൂസ്. പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് നമുക്ക് കഴിയുന്നതും റീയൂസ് ചെയ്യണം, അല്ലേ? വീണ്ടും ഉപയോഗിക്കണം, പരമാവധി റീയൂസ് ചെയ്യണം. യൂസ് ഓഫ് പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് ഷുഡ് ബി മിനിമൈസ്ഡ്. പ്ലാസ്റ്റിക് പ്രോഡക്ട്സിൻ്റെ ഉപയോഗം മിനിമൈസ് ചെയ്യണം. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻസ് BCD, അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് BCD, ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. എ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് നമ്മൾ ബേൺ ചെയ്ത് കളയാൻ പാടില്ല, കത്തിക്കാൻ പാടില്ല. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ ക്യാൻ ബി അഡോപ്റ്റഡ് ടു സെപ്പറേറ്റ് ഫ്രഷ് വാട്ടർ ഫ്രം സീ വാട്ടർ. ഈ സീ വാട്ടറിൽ നിന്ന്, സമുദ്രജലത്തിൽ നിന്ന് ഫ്രഷ് വാട്ടർ, ശുദ്ധജലം വേർതിരിക്കാൻ നമുക്ക് ഏത് മാർഗം യൂസ് ചെയ്യാമെന്ന്, ഏത് ശുദ്ധീകരണ മാർഗം നമുക്ക് യൂസ് ചെയ്യാം? ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. സിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അരിക്കൽ. ദെൻ ക്ലോറിനേഷൻ തന്നെ. ഡിസ്റ്റിലേഷൻ തന്നെയാണ്. ദെൻ അടുത്തത് സെഡിമെൻറ്റേഷൻ. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്താണ് സമുദ്രജലത്തിൽ നിന്ന് നമ്മൾക്ക് ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ ശുദ്ധജലം വേർതിരിക്കുന്നത്? നമ്മൾ യൂണിറ്റ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഏതാണ്? ഡിസ്റ്റിലേഷൻ, അല്ലേ? ഡിസ്റ്റിൽഡ് വാട്ടർ എന്നൊക്കെ പറഞ്ഞില്ലേ? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് നമുക്കിവിടെ ഉപയോഗിക്കാവുന്നത് കേട്ടോ. സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിക്കാൻ ഏത് മെത്തേഡാണ്? ഡിസ്റ്റിലേഷൻ.